ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കല്യാൺ സിൽക്സ്, ജോയ ലൂക്കാസ്. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത് ജ്വല്ലറി, MG റോഡ്, തൃശൂർ. റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയിൽ വലപ്പാട് ഉപജില്ലയ്ക്ക് കിരീടം. ചാലക്കുടി, ഇരിങ്ങാലക്കുട ഉപജില്ലകൾ യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങൾ നേടി. ഇന്ത്യൻ ഫുട്ബോൾ താരം രാഹുൽ കണ്ണോളിക്ക് ജന്മനാട്ടിൽ ഉജ്ജ്വല സ്വീകരണം. അണ്ടർ-17 ലോകകപ്പ് ഫുട്ബോളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനായതിൽ അതീവ സന്തോഷമുണ്ടെന്ന് രാഹുൽ. പെരിങ്ങോട്ടുകരയിൽ പുതിയ പോലീസ് സ്റ്റേഷൻ എന്ന സ്വപ്നം ചുവപ്പ് നാടയിൽ തന്നെ. താൽക്കാലികമായി നിർമ്മിച്ച പോലീസ് ഔട്ട് പോസ്റ്റും നോക്കുകുത്തിയായി. തൃശൂർ കുന്നംകുളം പർപ്പൂർ റൂട്ടിൽ സ്വകാര്യ ബസ് ഉടമകൾ സമരത്തിലേക്ക്. റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക്. ഗുരുവായൂർ ആനത്താവളത്തിൽ ക്യാമറ നിരോധിച്ചിട്ട് 2 വർഷം തികയുന്നു. ആനത്താവളത്തിനകത്തെ പീഡന കഥകൾ പുറത്തു വരാതിരിക്കാനാണ് ക്യാമറ നിരോധനമെന്ന ആക്ഷേപം ശക്തം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയിൽ വലപ്പാട് ഉപജില്ല കിരീടം നേടി. 163 പോയിന്റോടെയാണ് ഇവർ 1ാം സ്ഥാനം നേടിയത്. തുടർച്ചയായ 4ാം തവണയാണ് വലപ്പാട് ഉപജില്ല 1ാം സ്ഥാനം കരസ്ഥമാക്കുന്നത്. 107 പോയിന്റ് നേടി ചാലക്കുടി ഉപജില്ല 2ാം സ്ഥാനവും 106 പോയിന്റ് കരസ്ഥമാക്കി ഇരിങ്ങാലക്കുട ഉപജില്ല 3ാം സ്ഥാനവും സ്വന്തമാക്കി. 110 പോയിന്റ് നേടി നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂൾ തലത്തിൽ ചാമ്പ്യന്മാരായി. 46 പോയിന്റ് നേടിയ പന്നിത്തടം കോൺകോട് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ 2ാം സ്ഥാനം നേടിയപ്പോൾ 44 പോയിന്റ് നേടിയ ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് 3ാം സ്ഥാനം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല വിജയകുമാർ സമ്മാനദാനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ അധ്യക്ഷയായി. ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ കെ സുമതി സമാപന സമ്മേളനത്തിൽ പതാക കൈമാറി. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KG മോഹനൻ, കെ ബെന്നി ജേക്കബ്, MP ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. സർവീസിൽ നിന്ന് വിരമിക്കുന്ന കായികാധ്യാപകരെ ആദരിച്ചു. ഇല്ലായ്മകൾക്കും വല്ലായ്മകൾക്കും നടുവിലും ജംഷീല ഓടി നേടിയെടുത്തത് വിജയക്കൊയ്ത്ത്. റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയിൽ കഴിഞ്ഞ തവണയും ഇത്തവണയും പങ്കെടുത്ത 3 ഇനങ്ങളിലും സ്വർണ്ണമണിഞ്ഞാണ് ഈ വേഗതാരം കായികമേളയിലെ മിന്നും താരമായത്. കഷ്ടപ്പാടുകളുടെ ട്രാക്കിലൂടെ സഞ്ചരിക്കുമ്പോഴും ജംഷീല എന്ന ഈ കായിക പ്രതിഭ കുതിക്കുകയാണ് നേട്ടങ്ങളുടെ പട്ടികയിലേക്ക്. ജീവിതപാതയിൽ ദുരിതാനുഭവങ്ങൾ മാത്രമാണ് പറയാനുള്ളതെങ്കിലും കായികപാതയിൽ ഈ വേഗറാണി ഓടിയെടുത്തത് സ്വർണ്ണ മെഡലുകളുടെ പത്തരമാറ്റ് തിളക്കമാണ്. 100, 200, 400 മീറ്റർ ഓട്ട മത്സരങ്ങളിലാണ് മറ്റ് കായിക താരങ്ങളെ ബഹുദൂരം പിന്നിലാക്കി ഈ റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയിൽ എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിനി ജംഷീല സ്വർണ്ണമണിഞ്ഞത്. തുടർച്ചയായ 2ാം വർഷമാണ് പങ്കെടുത്ത എല്ലാ ഇനങ്ങളിലും മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച് ഈ വേഗതാരം സ്വർണ്ണക്കൊയ്ത്ത് നടത്തുന്നത്. കഴിഞ്ഞ തവണയും ജംഷീല കായികമേളയിൽ വ്യക്തിഗത ചാമ്പ്യനായിരുന്നു. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ പങ്കെടുത്ത 3 ഐറ്റത്തിലും ഫസ്റ്റ് വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കഴിഞ്ഞ വർഷത്തിനേക്കാളും നല്ല ടൈം ചെയ്യാൻ പറ്റി. സ്റ്റേറ്റ് നന്നായി തന്നെ പെർഫോം ചെയ്യാൻ പറ്റുന്നുള്ള പ്രതീക്ഷയിലാണ്. എൻ്റെ ഈ വർഷത്തെ മെഡലൊക്കെ എൻ്റെ ടീച്ചർക്കുള്ള ഡെഡിക്കേഷനാണ്, എൻ്റെ മൃദുല ടീച്ചർക്ക്. കാരണം ടീച്ചർ റിട്ടയർഡായി പോവുകയാണ്. ചെറുപ്പത്തിൽ തന്നെ പിതാവ് വീടുപേക്ഷിച്ച് പോയതിനാൽ ജംഷീലയും കുടുംബവും പ്രാരാബ്ധത്തെ നേരിടുകയായിരുന്നു. ഉമ്മ ലൈല ടൈലറിംഗ് ജോലി ചെയ്താണ് ജംഷീല അടക്കം 3 മക്കൾ ഉൾപ്പെട്ട കുടുംബം പോറ്റുന്നത്. ജംഷീലയുടെ പഠനത്തിനും പരിശീലനത്തിനും പണമില്ലാത്ത അവസ്ഥ വന്നതോടെ കായികാധ്യാപകൻ ഹനീഫയുടെ നേതൃത്വത്തിൽ നാട്ടുകാരും കായികപ്രേമികളും ചേർന്ന് നൽകിയ സഹായം കൊണ്ടാണ് ഈ കായിക താരത്തിന്റെ വേഗക്കുതിപ്പിന് കരുത്തുപകർന്നത്. വീടില്ലാത്ത ഇവർക്ക് മാഷിന്റെ സഹോദരൻ സത്താർ എരുമപ്പെട്ടിയിൽ തന്നെ 5 സെന്റ് സ്ഥലം നൽകിയപ്പോൾ സ്കൂൾ അധികൃതർക്കും നാട്ടുകാർക്കും യൂണിയൻ തൊഴിലാളികൾക്കുമൊപ്പം വീട് വയ്ക്കാനുള്ള സഹായം നൽകാമെന്ന് മന്ത്രി AC മൊയ്തീനും ഉറപ്പു നൽകിയിട്ടുണ്ട്. ദാരിദ്ര്യത്തിലും കാലിടറാതെ പോരാട്ടവീതിയിൽ ആത്മവിശ്വാസത്തോടെ ജംഷീല ഓടിക്കയറിയപ്പോൾ സ്വപ്ന വീട്ടിലേക്ക് അലങ്കാരം കണക്കെ ദേശീയ മെഡലുകളുടെ പൊൻതിളക്കം തന്നെ കൈപ്പിടിയിൽ ഒതുക്കിക്കഴിഞ്ഞു. സ്കൂളിലെ കായികാധ്യാപകരായ CA മുഹമ്മദ് ഹനീഫ, മൃദുൽ C ഭാസ്കർ, ഷാര C മേനോൻ എന്നിവരുടെ പരിശീലന തികവിലാണ് ഈ വേഗറാണിയുടെ മിന്നും നേട്ടങ്ങൾ. ഈ വരുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിലും
മറ്റ് ദേശീയ മത്സരങ്ങളിലും തീപാറുന്ന പ്രകടനം തന്നെ കാഴ്ചവെച്ച് സ്വർണ്ണക്കൊയ്ത്ത് കൈപ്പിടിയിലൊതുക്കാനുള്ള തീവ്ര പരിശ്രമത്തിലും തയ്യാറെടുപ്പിലുമാണ് ജംഷീല എന്ന വേഗപ്പൂട്ടില്ലാത്ത ഈ ഓട്ടക്കാരി. TCV ന്യൂസ്, തൃശൂർ. റവന്യൂ ജില്ലാ കായികമേളയിൽ 4 ഇനങ്ങളിൽ ഒന്നാമതെത്തിയ AS ആദിത്യ വരന്തരപ്പിള്ളിക്ക് അഭിമാനമായി. വരന്തരപ്പിള്ളി അനിക്കത്ര സന്തോഷിന്റെ മകളായ ആദിത്യ 5000 മീറ്റർ, 3000 മീറ്റർ, 1500 മീറ്റർ ഓട്ടം, 5000 മീറ്റർ ക്രോസ് കൺട്രി ഇനങ്ങളിലാണ് ഒന്നാം സ്ഥാനം നേടിയത്. നാട്ടിക ഫിഷറീസ് സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ആദിത്യ വലപ്പാട് ഉപജില്ലാ കായികമേളയിലും വിവിധ ഇനങ്ങളിൽ ഒന്നാം സ്ഥാനം നേടിയിരുന്നു. കഴിഞ്ഞ വർഷവും വ്യക്തിഗത ചാമ്പ്യനായിരുന്ന ആദിത്യ 3 വർഷമായി നാട്ടിക സ്പോർട്സ് അക്കാദമിയിൽ പരിശീലനം നേടുന്നു. അക്കാദമിയിലെ പരിശീലകനായ കണ്ണനും ഡ്രൈവറായ അച്ഛൻ സന്തോഷും വലിയ പിന്തുണയാണ് നൽകുന്നതെന്ന് ആദിത്യ പറഞ്ഞു. ലോകകപ്പ് മത്സരങ്ങൾക്ക് ശേഷം തിരികെയെത്തിയ രാഹുലിന് ജന്മനാടിന്റെ ഉജ്ജ്വല സ്വീകരണം. യുവരാജാവിനെ പോലെ തലപ്പാവണിയിച്ച് തോളിലേറ്റിയാണ് രാഹുലിനെ നാട്ടുകാർ ഘോഷയാത്രയോടെ വീട്ടിലേക്ക് ആനയിച്ചത്. നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങിയ രാഹുൽ നാട്ടുകാരുടെ സ്നേഹപ്രകടനങ്ങളിലേക്കാണ് പറന്നിറങ്ങിയത്. അച്ഛൻ പ്രവീണും അമ്മ ബിന്ദുവും ചേർന്നാണ് രാഹുലിനെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നത്. ഒല്ലൂക്കര ജംഗ്ഷനിൽ നാട്ടുകാർ തങ്ങളുടെ പ്രിയപ്പെട്ട ചിണ്ടാപ്പിയെ വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെയാണ് വരവേറ്റത്. മേയർ അജിത ജയരാജൻ രാഹുലിനെ പൊന്നാടയും പൂച്ചെണ്ടും സമ്മാനിച്ചു. യുവരാജാവിനെ പോലെ തലപ്പാവ് ധരിപ്പിച്ച് വാദ്യമേളങ്ങൾക്കൊപ്പം ചുവടുവെച്ച് തോളിലേറ്റിയാണ് നാട്ടുകാർ രാഹുലിനെ ഘോഷയാത്രയായി വീട്ടിലേക്ക് ആനയിച്ചത്. നാസിക് ദോളിന്റെ അകമ്പടിയോടെ ഫ്ലക്സും ആരവങ്ങളുമായി പടക്കം പൊട്ടിച്ചാണ് നാട്ടുകാർ തങ്ങളുടെ അഭിമാന താരത്തെ വരവേറ്റത്. നാട്ടുകാരാണ് തന്റെ വളർച്ചയ്ക്ക് കാരണക്കാരെന്നും മികച്ച പ്രകടനം കാഴ്ചവെക്കാനായതിൽ അഭിമാനമുണ്ടെന്നും അണ്ടർ-19 ലോക ചാമ്പ്യൻഷിപ്പിന്റെ ക്വാളിഫയിങ് മത്സരങ്ങളുടെ തയ്യാറെടുപ്പാണ് അടുത്ത ഉദ്യമമെന്നും രാഹുൽ പറഞ്ഞു. ഞാനിപ്പോ എന്താ പറയാ, ഇതെല്ലാം ഇവിടെ നിൽക്കുന്ന ആൾക്കാരും എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും ഇവരാണ് ഞാൻ നിൽക്കാൻ. എന്റെ എല്ലാവരും എന്റെ ഫാമിലി എല്ലാവരും എന്റെ ഫാമിലി പോലെയാണ്. ആരും എനിക്കൊന്നും ബന്ധമല്ല, അങ്ങനെയല്ല, എല്ലാവരും എന്റെ ബന്ധം. പെർഫോമൻസ് എനിക്ക് എന്തായാലും ചെയ്യാൻ പറ്റി, എന്റെ ബെസ്റ്റ് ഞാൻ കൊടുക്കാൻ പറ്റുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ കുറച്ചുകൂടി നന്നായി ചെയ്യായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ Under-20 വേൾഡ് കപ്പ് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രോസസ്സായിട്ട് ഞങ്ങളിപ്പോ ഈ കളിച്ചിരുന്നു കുറച്ച് പേര്. ഇപ്പൊ ഞങ്ങൾ ആ ടീമിൽ പോകുന്നുണ്ട്, കുറച്ച് പേര് ആ ടീമിൽ പോകുന്നുണ്ട്. അപ്പൊ അവിടെ പോയിട്ട് നന്നായി പെർഫോമൻസ് ചെയ്യുന്ന Under-90-കാരും Under-60-കാരും മിക്സ് ചെയ്തിട്ട് ഇപ്പൊ Under-20 വേൾഡ് കപ്പിന്റെ ക്വാളിഫയേഴ്സ് കുവൈറ്റിലോ സൗദിയിലോ അങ്ങനെ ഉണ്ട്. അപ്പൊ അവിടെ പോയിട്ട് ഞങ്ങൾ ക്വാളിഫൈ ആവാൻ വെച്ചാൽ ചാമ്പ്യൻഷിപ്പ് കളിക്കാം. ചാമ്പ്യൻഷിപ്പ് കളിച്ച് ഞങ്ങൾ Under-20 വേൾഡ് കപ്പിന് വീണ്ടും ക്വാളിഫൈ ആവും. 3 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീട്ടിലേക്ക് സൂപ്പർ താരമായി തിരികെ എത്തിയ രാഹുലിനെ മുത്തശ്ശിമാർ ചേർന്ന് കൊളുത്തിയ വിളക്കുമായാണ് വീട്ടിലേക്ക് വരവേറ്റത്. തുടർന്ന് അച്ഛൻ പ്രവീണും അമ്മ ബിന്ദുവും ചേർന്ന് മധുരം നൽകി. രാഹുൽ തന്റെ പ്രിയപ്പെട്ടവർക്കും മധുരം പങ്കുവച്ചു. ആദ്യ ഗുരു കൂടിയായ ചെറിയച്ഛൻ പ്രദീപും കൗൺസിലർ സതീഷ് ചന്ദ്രനും രാഹുലിന്റെ സുഹൃത്തുക്കളുമെല്ലാം ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഈ മാസം 17-ന് തിരികെ ഡൽഹിയിലേക്ക് മടങ്ങുമെന്ന് രാഹുൽ വ്യക്തമാക്കി. TCV ന്യൂസ്, തൃശൂർ. രാഹുലിനെ സ്വീകരിക്കാൻ നെടുമ്പാശ്ശേരിയിൽ മന്ത്രിമാരോ ജനപ്രതിനിധികളോ ഫുട്ബോൾ അസോസിയേഷൻ ഭാരവാഹികളോ എത്തിയില്ല. നാട്ടുകാർ നൽകിയ സ്വീകരണത്തിലും മേയർ ഒഴികെയുള്ള ഔദ്യോഗിക ഭാരവാഹികൾ ആരും സ്ഥലത്തെത്തിയില്ല. ലോകകപ്പ് ഫുട്ബോളിൽ പങ്കെടുക്കുന്ന ആദ്യ മലയാളി എന്ന ചരിത്ര നേട്ടവുമായി നാട്ടിലേക്കെത്തിയ രാഹുലിനെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിൽ അച്ഛനും അമ്മയുമല്ലാതെ മറ്റാരുമുണ്ടായില്ല എന്നത് കായിക കേരളത്തിന് തന്നെ അപമാനകരമാണ്. ഒല്ലൂക്കരയിൽ നാട്ടുകാർ ചേർന്ന് ഗംഭീര സ്വീകരണമൊരുക്കിയെങ്കിലും മേയർ അജിത ജയരാജനും സ്ഥലം കൗൺസിലറും ഒഴികെ മറ്റു ജനപ്രതിനിധികളാരും സ്വീകരണ ചടങ്ങിലുണ്ടായിരുന്നില്ല. മന്ത്രിമാരോ MLA-മാരോ സ്പോർട്സ് കൗൺസിൽ ഭാരവാഹികളോ ഫുട്ബോൾ അസോസിയേഷൻ പ്രതിനിധികളോ രാഹുലിനെ സ്വീകരിക്കാനെത്തിയിരുന്നില്ല. എന്നാൽ ജനപ്രതിനിധികൾ അടക്കമുള്ളവരും വിവിധ സംഘടനകളും രാഹുലിനെ സ്വീകരണമൊരുക്കുന്നതിനെക്കുറിച്ച് അറിയിച്ചിട്ടുണ്ടെന്നും രാഹുലിന്റെ വരവ് മുൻകൂട്ടി അറിയാത്തതിനാലാകാം ജനപ്രതിനിധികളും ഔദ്യോഗിക ഭാരവാഹികളും എത്താതിരുന്നതെന്നും ഇക്കാര്യം പരാതിയായി ഉന്നയിക്കേണ്ട കാര്യമില്ലെന്നുമാണ് രാഹുലിന്റെ വീട്ടുകാരുടെ നിലപാട്. TCV ന്യൂസ്, തൃശൂർ. പാതി വഴിയിലെ പദ്ധതികൾ. പെരിങ്ങോട്ടുകരയിൽ പുതിയ പോലീസ് സ്റ്റേഷൻ എന്ന സ്വപ്നം ചുവപ്പ് നാടയിൽ തന്നെ. താൽക്കാലികമായി ജനകീയ കൂട്ടായ്മയോടെ നിർമ്മിച്ച പോലീസ് ഔട്ട് പോസ്റ്റും നോക്കുകുത്തിയായി മാറി. ജില്ലയിലെ ഏറ്റവും വിസ്തൃതിയുള്ള പോലീസ് സ്റ്റേഷനാണ് അന്തിക്കാട്. 5 പഞ്ചായത്തുകളും വില്ലേജുകളുമാണ് അന്തിക്കാട് പോലീസ് സ്റ്റേഷന് കീഴിലുള്ളത്. ഏറെ വിസ്തൃതിയുള്ളതിനാൽ ക്രമസമാധാനം എന്നും വെല്ലുവിളിയായിരിക്കെ പെരിങ്ങോട്ടുകരയിൽ ഒരു പോലീസ് സ്റ്റേഷൻ ജനങ്ങളുടെയും പോലീസിന്റെയും സ്വപ്നമായി മാറാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. ഇന്നത്തെ കൃഷിമന്ത്രി VS സുനിൽകുമാർ ചേർപ്പ് MLA ആയിരിക്കെയാണ് പെരിങ്ങോട്ടുകരയിൽ പോലീസ് സ്റ്റേഷൻ വേണമെന്ന ആവശ്യം നിയമസഭയിൽ ഉന്നയിച്ചത്. തുടർന്ന് വന്ന ഗീതാഗോപി MLA-യും ജനങ്ങളുടെ ഇതേ ആവശ്യം ഉന്നയിച്ച് നിയമസഭയിൽ പ്രമേയങ്ങൾ ഉന്നയിച്ചു.
SJDU നേതാവ് ദീപക് കൊല്ലപ്പെട്ടതോടെ ക്രമസമാധാനം പോലീസിന് ഏറെ വെല്ലുവിളി ഉയർത്തിയ സാഹചര്യത്തിലാണ് ജനകീയ പങ്കാളിത്തത്തോടെ പെരിങ്ങോട്ടുകരയിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കുന്നത്. ഇതിന്റെ ഉദ്ഘാടനം അന്നത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കുകയും ചെയ്തു. സ്ഥലമുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷൻ അനുവദിക്കാമെന്ന് ഉദ്ഘാടനവേളയിൽ മന്ത്രി ഉറപ്പു നൽകി. എയ്ഡ് പോസ്റ്റിന്റെ പ്രവർത്തനത്തിന് ഒരു GD അടക്കം 5 പോലീസുകാർ വേണമെന്ന് മന്ത്രി കർശന നിർദ്ദേശം നൽകിയെങ്കിലും കുറച്ച് നാളുകൾക്ക് ശേഷം എയ്ഡ് പോസ്റ്റ് പട്രോളിംഗ് പോലീസിന്റെ വിശ്രമകേന്ദ്രമായി മാറി. 1 ഏക്കറോളം സ്വന്തമായി സ്ഥലമുള്ള ഇവിടെ പോലീസ് സ്റ്റേഷൻ നിർമ്മിക്കാൻ തുടർന്നു വന്ന LDF സർക്കാർ അനുമതി നൽകി. ഗീതാഗോപി MLAയുടെ ഫണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപ അനുവദിച്ചിട്ടും നാളിതുവരെയായിട്ടും നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചിട്ടില്ല. TCV ന്യൂസ്, അന്തിക്കാട്. തൃശൂർ കുന്നംകുളം ഗുരുവായൂർ പറപ്പൂർ റൂട്ടിൽ സ്വകാര്യ ബസ് ഉടമകൾ സമരത്തിലേക്ക്. പൂങ്കുന്നം മുതുവറ റോഡ്, പടിഞ്ഞാറേക്കോട്ട പൂങ്കുന്നം റോഡ്, പൂത്തോൾ റോഡ്, പറപ്പൂർ താമരപ്പള്ളി റോഡ്, പാങ് സെന്റർ റോഡ് എന്നിവയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സ്വകാര്യ ബസ് ഉടമകൾ സമരത്തിലേക്ക് നീങ്ങുന്നത്. നിരവധി തവണ പരാതി നൽകിയിട്ടും മാസങ്ങളായി തുടരുന്ന അധികൃതരുടെ നിസ്സംഗതയിൽ പ്രതിഷേധിച്ചാണ് ബസ് ഉടമകളുടെ സംയുക്ത സംഘടനയായ കേരള പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് കോൺഫെഡറേഷൻ സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. റോഡുകളുടെ ശോചനീയാവസ്ഥ മൂലം ബസ്സുകൾ സമയക്രമം പാലിക്കാൻ പറ്റാത്തതും റോഡിലെ കുഴികളിൽ വീണ് ബസ്സുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതും പതിവാണെന്ന് സ്വകാര്യ ബസ് ഉടമകൾ പറഞ്ഞു. ഗുരുവായൂർ ആനത്താവളത്തിൽ ക്യാമറ നിരോധിച്ചിട്ട് 2 വർഷം തികയുന്നു. ആനത്താവളത്തിനകത്തെ പീഡന കഥകൾ പുറത്തുവരാതിരിക്കാനാണ് ക്യാമറ നിരോധനമെന്ന ആക്ഷേപം ശക്തമാകുമ്പോഴും ദേവസ്വം മന്ത്രിയുടെ വാക്കിന് പുല്ലുവില കൽപ്പിച്ച് നിരോധനം നിർബാധം തുടരുന്നു. 2015 ഒക്ടോബറിലാണ് ഗുരുവായൂർ ആനത്താവളത്തിൽ ക്യാമറ നിരോധിച്ചത്. ആനത്താവളത്തിനകത്തുള്ള ക്ഷേത്രസ്ഥലത്ത് സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക എന്ന ചട്ടത്തിന്റെ മറവിലാണ് നിരോധം നടപ്പാക്കിയത്. ക്യാമറ നിരോധത്തിന് ദേവസ്വം ആക്ടിൽ വകുപ്പില്ലെന്ന് വിവിധ സംഘടനകൾ ചൂണ്ടിക്കാട്ടിയിരുന്നുവെങ്കിലും TV ചന്ദ്രമോഹൻ ചെയർമാനായുള്ള ഭരണസമിതി നിരോധനവുമായി മുന്നോട്ടുപോയി. കഴിഞ്ഞ വർഷം സുഖചികിത്സ ഉദ്ഘാടനം ചെയ്യാൻ ആനത്താവളത്തിലെത്തിയ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിരോധനം പിൻവലിക്കാൻ ദേവസ്വത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. ദിനംപ്രതി 100 കണക്കിന് സന്ദർശകരെത്തുന്ന ആനത്താവളത്തിലെ ക്യാമറ നിരോധനം പിൻവലിക്കണമെന്ന് KV അബ്ദുൽ ഖാദർ MLAയും ആവശ്യപ്പെട്ടിരുന്നു. നിരോധനം പിൻവലിക്കുന്നതിൽ തടസ്സങ്ങൾ ഉണ്ടോ എന്ന മന്ത്രിയുടെ ചോദ്യത്തിന് സന്ദർശകർക്ക് ആനകൾക്ക് മുന്നിൽ നിന്ന് സെൽഫി എടുക്കുന്നത് മാത്രമാണ് അപകട സാധ്യതയുള്ളതെന്നാണ് ജീവധനം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ മറുപടി നൽകിയത്. ആനത്താവളത്തിലെ ക്രൂരതകളുടെ ചിത്രങ്ങൾ മാധ്യമങ്ങളിൽ വാർത്തയായതാണ് നിരോധനത്തിന് പിന്നിലുള്ള യഥാർത്ഥ കാരണമെന്നാണ് ആനപ്രേമികളുടെ ആരോപണം. ആനത്താവളത്തിലെ ആനവാൽ വിൽപ്പന ലോബിയെക്കുറിച്ചുള്ള വിവരങ്ങൾ TCV പുറത്തുവിട്ടിരുന്നു. ഈ സംഭവത്തിന് ശേഷമാണ് നിരോധനത്തിന് കൂടുതൽ ദൃഢത കൈവന്നത്. ക്യാമറ ഉപയോഗിക്കുന്ന സന്ദർശകരിൽ നിന്ന് ഈടാക്കുന്ന ഇനത്തിൽ 1.5 കോടി രൂപയാണ് 10 വർഷത്തിനുള്ളിൽ ദേവസ്വത്തിന് ലഭിച്ചിട്ടുള്ളത്. ക്യാമറ നിരോധനം ഏർപ്പെടുത്തിയതോടെ വിദേശീയരടക്കമുള്ള സന്ദർശകരുടെ എണ്ണത്തിലും ഗണ്യമായ കുറവ് വന്നിട്ടുണ്ട്. സന്ദർശകരുടെ കുറവ് വരുന്നതും നഷ്ടത്തിനിടയാവുന്നുണ്ട്. എന്നാൽ ഭരണസമിതി അംഗങ്ങൾക്ക് ആനയ്ക്കൊപ്പം നിന്ന് ചിത്രങ്ങളെടുക്കാൻ വിലക്കൊന്നുമില്ല. VIP-കൾക്കും വേണമെങ്കിൽ ആനപ്പുറത്ത് കയറി വരെ ഫോട്ടോ എടുക്കാനാകും. സുഖചികിത്സ നടക്കുന്ന സമയത്ത് ഭരണസമിതി അംഗങ്ങൾ കൂടി നിന്ന് ഉദ്ഘാടനം നിർവഹിക്കുന്ന സമയത്ത് ക്യാമറകൾക്ക് വിലക്കില്ല എന്നതാണ് മറ്റൊരു വിരോധാഭാസം. സന്ദർശകർക്കും മാധ്യമപ്രവർത്തകർക്കും ആനത്താവളത്തിനകത്തേക്ക് ക്യാമറ കൊണ്ടുപോകാൻ അനുമതി നൽകണമെന്നാവശ്യം ശക്തമാണ്. ആനത്താവളത്തിലെ പീഡന വിവരങ്ങൾ പുറം ലോകം അറിയാതിരിക്കാനാണ് മാധ്യമപ്രവർത്തകർക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നതെന്ന ആരോപണം ശക്തമാണ്. ആനപീഡനം തുടർക്കഥയാവുമ്പോൾ ബന്ധപ്പെട്ട വകുപ്പ് മേധാവികൾ ഇനിയും ഇത് കണ്ടില്ലെന്ന് നടിക്കുകയാണെങ്കിൽ പാവം ഈ മിണ്ടാപ്രാണികളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരിക്കും. ദൃശ്യമാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുന്ന ഗുരുവായൂർ ആനത്താവളത്തിന് മുന്നിൽ നിന്നും TT മുനേഷിനോടൊപ്പം KV സുബൈർ, TCV ന്യൂസ്, ഗുരുവായൂർ. മഹാത്മാഗാന്ധിയുടെ പാദസ്പർശം കൊണ്ട് തൃശൂർ നഗരവും വിവേകോദയം സ്കൂളും ധന്യമായിട്ട് 90 വർഷം തികയുന്ന സുദിനത്തെ 90 കുട്ടി ഗാന്ധിമാർ ചേർന്ന് അവിസ്മരണീയമാക്കി.
ചരിത്രപ്രസിദ്ധമായ കൊരട്ടിപ്പള്ളിയിലെ കൊരട്ടി മുത്തിയുടെ തിരുനാൾ ഞായറാഴ്ച ആഘോഷിക്കും. തിരുനാൾ ആഘോഷത്തിൽ പങ്കെടുക്കാൻ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് വിശ്വാസികളാണ് എത്തുന്നത്. ഞായറാഴ്ച രാവിലെ 11 എറണാകുളം അങ്കമാലി സഹായമെത്രാൻ മാർ ജോസ് പുത്തൻവേട്ടിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരിക്കും ആഘോഷമായ തിരുനാൾ ദിവ്യബലി. ഉച്ചയ്ക്ക് ശേഷം 2:30 ദിവ്യബലിക്ക് ശേഷം 4 അങ്ങാടി ചുറ്റിയുള്ള പ്രദക്ഷിണവും തുടർന്ന് ആഘോഷമായ ദിവ്യബലിയും ഉണ്ടാകും. ശനിയാഴ്ച നടന്ന സമൂഹബലിക്ക് വികാരി ഫാദർ ലൂക്കോസ് കുന്നത്തൂർ നേതൃത്വം നൽകി. ഇടവകയിലെ വൈദികർ നയിച്ച സമൂഹബലിയും നടന്നു. മുത്തിയുടെ പ്രമാദമായ പൂവൻകുല വഴിപാടിന് നിരവധി ഭക്തജനങ്ങൾ പങ്കുകൊണ്ടു. മുട്ടിന്മേൽ ഇടയൽ വഴിപാടിനും വിശ്വാസികളുടെ തിരക്കായിരുന്നു. തുലാഭാരം, അടിമ തുടങ്ങിയ വഴിപാടുകളും നടന്നു. ബസ്സിൽ നിന്ന് വീണ് മധ്യവയസ്കയ്ക്ക് കാലിന് പരിക്കേറ്റു. കുന്നംകുളത്ത് നിന്ന് പെരുമ്പുലാവിലേക്ക് പോകുകയായിരുന്ന കാട്ടാക്കമ്പൽ ചിറക്കക്കട സ്വദേശി ചേമ്പിലക്കാട്ട് വീട്ടിൽ പരേതനായ അറസൂട്ടി ഭാര്യ ആമിനയ്ക്കാണ് പരിക്കേറ്റത്. സ്റ്റോപ്പിൽ ഇറങ്ങുന്നതിന് മുൻപ് മുന്നോട്ടെടുത്ത ബസ്സിൽ നിന്ന് ആമിന വീഴുകയായിരുന്നു. കാലിന് ഗുരുതരമായി പരിക്കേറ്റ ഇവരെ പെരുമ്പിലാവ് അൻസർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി കുന്നംകുളം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂരിൽ നിന്ന് കുറ്റിപ്പുറത്തേക്ക് പോയിരുന്ന നിധിക് എന്ന ബസ്സിനെതിരെ ബന്ധുക്കൾ പരാതി നൽകി. അഴീക്കോട് ജെട്ടിയിൽ മത്സ്യബന്ധനത്തിന് പോയ ബോട്ടിൽ നിന്ന് കടലിൽ വീണ മത്സ്യത്തൊഴിലാളിയെ കാണാതായി. തമിഴ്നാട് കുളച്ചിൽ സ്വദേശി ഫ്രാൻസിസിനെയാണ് കാണാതായത്. ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. ശനിയാഴ്ച പുലർച്ചെ ആലപ്പുഴ കടലോരത്ത് നിന്ന് 30 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് അപകടം. കഴിഞ്ഞ 5 ദിവസം മുൻപ് അഴീക്കോട് നിന്ന് 14 തൊഴിലാളികളുമായി മീൻ പിടിക്കാൻ കടലിൽ പോയ സഭ എന്ന ബോട്ടിലെ തൊഴിലാളിയെയാണ് കാണാതായത്. കാൽപന്തിനൊപ്പം ലോകം. ലോകകപ്പ് വിശേഷങ്ങൾ TCVയുമായി പങ്കുവച്ച് KP രാഹുൽ. ലോകകപ്പ് ഫുട്ബോളിൽ കേരളക്കരയുടെ അഭിമാനമായി മാറിയ രാഹുൽ ഇപ്പോൾ വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. വലിയ സ്വീകരണം ഒരുക്കിയാണ് നാട് രാഹുലിനെ വരവേറ്റത്. ഇപ്പോൾ നമുക്കൊപ്പം രാഹുൽ ചേരുന്നു. രാഹുൽ, എങ്ങനെയുണ്ടായിരുന്നു സ്വീകരണം? സ്വീകരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ഫസ്റ്റ് സെറ്റ് ഇവർ ചെയ്ത് വെച്ചിട്ട് തന്നെ അതൊരു സന്തോഷമാണ്, ശരിക്കും മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. പിന്നെ ഇവിടെ ഫസ്റ്റ് വന്ന് കണ്ടപ്പോൾ ഇത്ര ക്രൗഡ്, നമ്മുടെ ഗ്രാമത്തിൽ ഇത്ര കണ്ട ആൾക്കാർ, ഇത്ര ഒപ്പം ഉണ്ടായിരുന്ന ആൾക്കാർ ഇങ്ങനെ നമ്മളെ തന്നെ ഇങ്ങനെ അവരൊരു സന്തോഷം കാണുമ്പോൾ ഒരു മനസ്സ്. പിന്നെ പാപ്പനെ കണ്ടു, വീട്ടുകാരെല്ലാവരും കണ്ടു, പിന്നെ എല്ലാവരും നമുക്ക് വേണ്ടി ഇത്ര സപ്പോർട്ട്. അപ്പോൾ അവർ കാണുമ്പോൾ ഒരു വേറൊരു സന്തോഷമല്ല, അതിനും കൂടുതൽ ശരിക്കും ഒരു അഭിമാന മുഹൂർത്തമാണ് ഇത്, അല്ലേ? അതെ, അഭിമാനിക്കാന്ന് പറയാം. കാരണം ഇവർക്ക് ഇങ്ങനെ ഞാനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി കൊടുത്താലും എനിക്ക് അവരോട് താങ്ക്സ് പറയണം. പിന്നെ അവരെനിക്ക് വേണ്ടി ഇത് ചെയ്തു തന്നേനും എല്ലാത്തിനും. അതുപോലെ ഇന്ത്യൻ ഫുട്ബോളിനെ ലോക ഫുട്ബോളിൽ ഒരു മേൽവിലാസം ഉണ്ടാക്കാനായിട്ട് ഈ ഒരു ലോകകപ്പും നിങ്ങളുടെ ഒരു പ്രകടനവും സാധിച്ചു എന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. അയ്യോ, അതൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി വേൾഡ് കപ്പ് കളിക്കാനായിട്ട്. ദൈവത്തിനോടും പിന്നെ എൻ്റെ പാപ്പൻ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് തന്നെ ഹാർഡ് വർക്ക് ചെയ്യിപ്പിച്ച, എന്നെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച എല്ലാവരും അവിടെ എത്താൻ. കാരണം കോച്ചുമാർ കുറേ പേരുണ്ട്, ടീച്ചേഴ്സ്, കുറേ ഫ്രണ്ട്സും കുറേ പേരുണ്ട്, പിന്നെ എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന കുറേ കിച്ചു, അങ്ങനെ കുറേ പേരുണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി അവിടെ പോയി കളിച്ചപ്പോൾ ഞാൻ ശരിക്കും എല്ലാം മറന്നു. അവർക്ക് വേണ്ടി ചെയ്യണം എന്നുള്ളൊരു ഇത് മാത്രമായിരുന്നു അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അവിടുത്തെ ഒരു ഫീല് ശരിക്കും ഡിഫറെൻ്റ് ആയി പോയി. എനിക്ക് ആ ഒരു കോമ്പറ്റീഷൻ ലെവലിൽ എനിക്ക് അങ്ങനത്തെ ഒരു ഫീലായി. എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നി. ഈസി എന്നൊന്നും അങ്ങനെ എൻ്റേതല്ല, എനിക്ക് കുഴപ്പമില്ലാണ്ട് പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കണം. ഇപ്പോൾ കോച്ച് മാറ്റോസിന്റെ വലിയ പിന്തുണ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മാറ്റോസിന്റെ ഏറ്റവും വിശ്വസ്തനായിരുന്നു എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. 3 കളിയിലും മുഴുവൻ സമയവും മത്സരിച്ചു. എന്താണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്? കോച്ച് എപ്പോഴും കോൺഫിഡൻ്റ് ആയിട്ടാണ് സംസാരിക്കുക. അപ്പോൾ കോച്ചായിട്ട് അത്യാവശ്യം കോച്ച് എന്നോട് പറയും, നീ അത് നിനക്ക് ചെയ്യാൻ പറ്റും, നിന്നിൽ എനിക്ക് കോൺഫിഡൻസ് അതാണ് നിന്നിടാണ്. അപ്പോൾ അത് കാരണം 3 മാച്ച് കളിക്കാൻ പറ്റി. വലിയൊരു സന്തോഷമുണ്ട് കോച്ചിനും എല്ലാത്തിനും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൊളംബിയയുടെ മത്സരത്തിൽ ഒരു ഇടങ്കാലൻ ഷോട്ട് ഗോളാവേണ്ടതായിരുന്നു. അത് ശരിക്കും ചരിത്ര മുഹൂർത്തമായി മാറേണ്ടതായിരുന്നു. അത് നഷ്ടപ്പെട്ടത് സംബന്ധിച്ച് നിരാശയുണ്ടാകും. എന്നാലും അത് ഒരു അഭിമാന മുഹൂർത്തമായിരുന്നില്ലേ? അഭിമാനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് ഗോളാക്കിയാണെങ്കിൽ ഇപ്പം ഇതിനും വലിയ നല്ലത് നടന്നേനെ. അത് എനിക്ക് നന്നായി അറിയാം. പക്ഷേ അതെനിക്ക് ഇനി ഒന്നുകൂടി പഠിക്കണം. ഞാൻ ഇപ്പോൾ ആലോചിക്കേണ്ട കിക്ക് അത് കറക്റ്റ് എവിടെ കോൺടാക്ട് ചെയ്താലേക്ക് ഗോൾ ആയേനെന്ന് ഇപ്പോഴും പാപ്പനും വിളിക്കുമ്പോൾ പറയും, അത് അങ്ങനെ അടിച്ച ഗോൾ ആയേനെ. അപ്പോൾ അതാണിപ്പോൾ അതിനി പറഞ്ഞിട്ട് കാര്യമില്ല, കഴിഞ്ഞു. ഇനി അതേപറ്റി ആദ്യ 2 മത്സരത്തിൽ നല്ല പോരാട്ടം കാഴ്ചവെച്ചു. അവസാന മത്സരത്തിൽപ്പോഴേക്കും ഇത്തിരി ക്ഷീണവും അതുപോലെയുള്ള പ്രശ്നങ്ങളും ഉണ്ടായോ? എനിക്ക് ചെറുതായിട്ട് എൻ്റെ ലെഗ്സ് ചെറുതായിട്ട് ടയർഡായപ്പോൾ തോന്നി. കാരണം 2 മാച്ച് കളിച്ചിട്ട് പിന്നെ ഒരു വീക്കിൽ തന്നെ ഇങ്ങനെ 3 മാച്ച് 90 മിനിറ്റ്സ് ഇങ്ങനെ ഇൻ്റർവെൻസിൽ കളിക്കുക എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട്. പക്ഷേ അതൊക്കെ മെൻറ്റാലിറ്റിയാണ് വെച്ചാണ് 3 മാച്ച് ഇങ്ങനെ 90 മിനിറ്റ് കളിക്കാൻ പറ്റുക. ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ്? 17th ഞാൻ തിരിച്ചു പോയിട്ട് അവിടെ ഇപ്പോൾ പ്രിപ്പറേഷൻ അണ്ടർ 19 ഒരു AFC ക്വാളിഫിക്കേഷൻ വേണ്ടി അണ്ടർ 22 വേൾഡ് കപ്പിൻ്റെ. അപ്പോൾ ഞങ്ങളിപ്പോൾ അവിടെ പോയിട്ട് അതിന് ഒരു സ്ക്വാഡ് ഉണ്ടാക്കിയിട്ട് ബെസ്റ്റ് സ്ക്വാഡ് സൗദിക്ക് അല്ലെങ്കിൽ അങ്ങോട്ട് പോയി അവിടെ പ്രിപ്പയർ ചെയ്ത് ക്വാളിഫിക്കേഷൻ കളിക്കും. ക്വാളിഫൈ ആയാൽ പിന്നെ ഒരു ചാമ്പ്യൻഷിപ്പ് ഉണ്ട് 90ൽ. അപ്പോൾ ഒരു ഇയറിന് ഈ ടീം ഇങ്ങനെ നിന്ന് ഒരു ഇയർ വർക്ക് ചെയ്തിട്ട് ആ ചാമ്പ്യൻഷിപ്പ് നമ്മൾ ജയിക്കാൻ വെച്ചാൽ നമുക്ക് വേൾഡ് കപ്പ് വീണ്ടും കളിക്കാം. അപ്പോൾ എന്തായാലും ഇനിയും ഉയരങ്ങളിലെത്താൻ സാധിക്കട്ടെ രാഹുൽ. എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു.
ചേംബർ ഓഫ് കൊമേഴ്സ് വുമൺസ് വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ചേംബർ ഓഫ് കൊമേഴ്സ് പ്രദർശന വിപണന മേളയ്ക്ക് തൃശൂർ ബാനർജി ക്ലബ്ബിൽ തുടക്കമായി. മേയർ അജിത ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ജോസ് ആലുക്ക സാരഥി ജോസ് ആലുക്ക മുഖ്യാതിഥിയായിരുന്നു. ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് CA സലീം, സെക്രട്ടറി സജീവ് മഞ്ഞില, വുമൺ വിങ് പ്രസിഡന്റ് പേളി ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. കല്യാൺ സിൽക്സിന്റെ മുഖ്യ സഹകരണത്തോടെ സംഘടിപ്പിച്ച പ്രദർശന വിപണന മേള ഞായറാഴ്ച സമാപിക്കും. വിദ്യാലയമുറ്റത്തെ ജൈവ വൈവിധ്യ ഉദ്യാനത്തിൽ കൂട്ടമായി പാറിക്കളിക്കുന്ന ശലഭങ്ങൾ കുരുന്നുകൾക്ക് വർണ്ണ വിരുന്നൊരുക്കുന്നു. കൊടകരയിലെ വിദ്യാലയ മുത്തശ്ശിയായ സർക്കാർ LP സ്കൂൾ അങ്കണത്തിലാണ് ഈ വർണ്ണക്കാഴ്ച. പ്രഭാതത്തിൽ കുട്ടികൾ എത്തും മുൻപേ വിദ്യാലയാന്തരീക്ഷത്തെ സജീവമാക്കി വർണ്ണശലഭങ്ങൾ പാറിയെത്തും. വിദ്യാലയമുറ്റത്തെ കിലുക്കിച്ചെടികളിലും കൊങ്ങിണി, നന്ദ്യാർവട്ടം തുടങ്ങിയ ചെടികളിലും കൂട്ടമായി പാറിവന്ന തേൻ നുകരുന്ന പൂമ്പാറ്റകൾ കുട്ടികൾക്ക് വർണ്ണ വിരുന്നൊരുക്കുകയാണിവിടെ. 12-ലേറെ ഇനങ്ങളിലുള്ള ശലഭങ്ങളാണ് വിദ്യാലയത്തിലെ ജൈവ വൈവിധ്യ ഉദ്യാനത്തിൽ നിത്യസന്ദർശകരായി എത്തുന്നത്. കൃഷ്ണശലഭം, കരിനീല കടുവ, വിറവാലൻ, മഞ്ഞപ്പാപ്പാത്തി, കണിക്കൊന്ന ശലഭം, ചൊട്ടശലഭം, മരോട്ടി ശലഭം, നാട്ടുറോസ് തുടങ്ങി ഇനങ്ങളിൽപ്പെട്ടവയാണ് ഇവിടെയുള്ള ശലഭങ്ങൾ. ജൈവ വൈവിധ്യ ഉദ്യാനത്തിൽ ശലഭങ്ങളെ ആകർഷിക്കുന്ന പ്രത്യേക ഇനം ചെടികൾ കൂടി നട്ടുപിടിപ്പിച്ചതിനെ തുടർന്നാണ് ഈ വർഷം കൂടുതൽ പൂമ്പാറ്റകൾ എത്താനിടയായതെന്ന് പ്രധാന അധ്യാപകൻ PS സുരേന്ദ്രൻ പറഞ്ഞു. ശലഭങ്ങൾ വരുന്നതിന്റെ കാരണം അവയ്ക്ക് മുട്ടയിടുന്നതിന് അനുയോജ്യമായ സസ്യങ്ങൾ ഇവിടെ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. കിലുക്കിയാണ് 2 വർഷമായിട്ട് വെച്ചുപിടിപ്പിച്ച് കൂടുതൽ കൂട്ടമായിട്ട് ചിത്രശലഭങ്ങൾ വരുന്ന ഒരു കാഴ്ച ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കിലുക്കി എന്നറിയപ്പെടുന്ന ചെടികളിലാണ് ശലഭങ്ങൾ കൂടുതലായും എത്തുന്നത്. ഇവയുടെ പൂങ്കുലകളിൽ കൂട്ടമായാണ് ശലഭങ്ങൾ വന്നിരിക്കുന്നത്. നീലക്കടവ വിഭാഗത്തിൽപ്പെട്ട ശലഭങ്ങളാണ് കിലുക്കി ചെടികളിൽ കൂടുതലായി എത്തുന്നത്. ഒക്ടോബർ, നവംബർ മാസങ്ങളിലാണ് കിലുക്കി ചെടികൾ പൂക്കുക. ഈ ചെടിയുടെ നീരിലടങ്ങിയ ലവണങ്ങൾ നീലക്കടുവ ശലഭങ്ങളുടെ പ്രജനനത്തിനും വളർച്ചയ്ക്കും സഹായിക്കുന്നു. വിദ്യാലയമുറ്റത്തുള്ള തെച്ചി, നന്ദ്യാർവട്ടം, കൃഷ്ണകിരീടം തുടങ്ങിയവയുടെ ചെടികളിലാണ് നാട്ടുറോസ് ഇനത്തിൽപ്പെട്ട ശലഭങ്ങൾ തേൻ നുകരാൻ എത്തുന്നത്. ഈശ്വരമുല്ല എന്ന പേരിൽ അറിയപ്പെടുന്ന കർളക ചെടിയിലും ഇവ കൂട്ടമായി എത്തുന്നു. സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കണിക്കൊന്ന ചെടിയിലാണ് കണിക്കൊന്ന ശലഭങ്ങൾ കാണപ്പെടുന്നത്. കണിക്കൊന്നയുടെ ഇലകൾ തിന്ന ഇവയുടെ ലാർവകൾ വളരുക. നീല നിറത്തിലുള്ളതാണ് കൃഷ്ണശലഭങ്ങൾ. വലുപ്പത്തിൽ ഇന്ത്യയിൽ 2ാം സ്ഥാനത്തുള്ള ഈ ശലഭത്തിന് അതിവേഗം പറക്കാനാകും. നാരകച്ചെടികളിലാണ് ഇവ മുട്ടയിടുന്നത്. മരോട്ടി മരത്തിന്റെ ഇലകളിൽ മുട്ടയിടുന്ന ശലഭമാണ് മരോട്ടി ശലഭം. ചുവപ്പ് കലർന്ന മഞ്ഞ നിറമുള്ള ഇവയുടെ കീഴ്ച്ചിറകുകളുടെ മുകളിലായി വെളുത്ത പൊട്ട് കാണപ്പെടുന്നു. കരിപ്പൂക്കളിലാണ് ഈ ഇനം ശലഭങ്ങൾ കൂടുതലായും തേനുണ്ണുന്നത്. ഒരു പൂവിലും ഇരുപ്പുറയ്ക്കാത്ത സദാ വിറയ്ക്കുന്ന ചിറകുകളുമായി പാറി പറക്കുന്ന വിറവാലൻ ശലഭങ്ങളെയും സ്കൂൾ അങ്കണത്തിൽ കാണാനാകും. അധ്യാപകരും PT അംഗങ്ങളും കുട്ടികളും ചേർന്ന് നടത്തിയ പരിശ്രമങ്ങളിലൂടെയാണ് ജൈവ വൈവിധ്യ ഉദ്യാനത്തിലേക്ക് ശലഭങ്ങളെ കൂട്ടമായി ആകർഷിച്ചത്. പ്രകൃതിയിലെ ജൈവ വൈവിധ്യവും വർണ്ണവൈചിത്ര്യവും പൂമ്പാറ്റുകളുടെ ആവാസരീതികളും അടുത്തറിയാൻ വിദ്യാലയാങ്കണത്തിലെ ശലഭോദ്യാനം കുട്ടികളെ സഹായിക്കുന്നു. TCV ന്യൂസ്, കൊടകര. തൃശൂർ ബ്രഹ്മസ്വമഠം വേദഗവേഷണ കേന്ദ്രം ഏർപ്പെടുത്തിയ പണ്ഡിറ്റ് സുബ്ബരാമ പട്ടർ എൻഡോവ്മെന്റ് പുരസ്കാരം പ്രൊഫസർ R. വാസുദേവൻ പുറ്റിക്ക് സമ്മാനിച്ചു. ബ്രഹ്മസ്വമഠം ശ്രീ ചന്ദ്ര ഹാളിൽ നടന്ന ചടങ്ങിൽ KB ശ്രീദേവി പുരസ്കാര സമർപ്പണം നടത്തി. അഡ്വക്കേറ്റ് P. പരമേശ്വരൻ, ഡോക്ടർ CM നീലകണ്ഠൻ, ഡോക്ടർ MN നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിന് മുന്നോടിയായി വേദവിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് എൻഡോവ്മെന്റ് വാക്യാർത്ഥം സദസ്സും നടന്നു. പുതുതലമുറയ്ക്ക് കേട്ടുകേൾവി മാത്രമുള്ള അപൂർവ വസ്തുക്കളുടെ അത്ഭുത ലോകം തീർത്ത് ഹെറിറ്റേജ് സൊസൈറ്റി ഓഫ് കേരള ഒരുക്കിയിരിക്കുന്ന പുരാവസ്തു പ്രദർശനം ഓൾഡ് ഗോൾഡ് ഒരു പുതിയ അനുഭവമാണ് സമ്മാനിക്കുന്നത്. പാറമേക്കാവ് അഗ്രശാല ഹാളിൽ ഒരുക്കിയിരിക്കുന്ന ഓൾഡ് ഗോൾഡ് പുതുതലമുറയ്ക്ക് ശരിക്കും ഒരു അത്ഭുത കാഴ്ചയാണ്. 100-ലേറെ വർഷങ്ങളുടെ പഴക്കമുള്ള കല്ലിലും മരത്തിലും ലോഹത്തിലുമെല്ലാം നിർമ്മിച്ച എണ്ണിയലൊടുങ്ങാത്ത വിവിധങ്ങളായ വസ്തുക്കളോടൊപ്പം പ്രാചീന താളിയോല ഗ്രന്ഥങ്ങളെല്ലാം പ്രദർശനത്തിലുണ്ട്. 100 വർഷത്തിലേറെ പഴക്കമുള്ള ഗൃഹോപകരണങ്ങളുടെ ഒരു വലിയ ശേഖരമാണ് കാഴ്ചക്കാരെ കാത്തിരിക്കുന്നത്. വിവിധങ്ങളായ മൺപാത്രങ്ങളും ഊട്ടുപാത്രങ്ങളും മരത്തിൽ തീർത്ത ഗൃഹോപകരണങ്ങളും പ്രദർശനത്തിന്റെ ആകർഷണമാണ്. പൗരാണിക ചികിത്സാ സമ്പ്രദായങ്ങളും വസ്തുവകകളുടെ ആധാരങ്ങൾ രേഖപ്പെടുത്തിയ താളിയോലകളുമുണ്ട്. ഭീമൻ ഘടികാരം, തൂക്കുവിളക്കുകൾ, മണ്ണെണ്ണ വിളക്കുകൾ, ആഭരണപ്പെട്ടികൾ, മുറുക്കാഞ്ചെല്ലങ്ങൾ, വലിയതും ചെറുതുമായ മൺഭരണികൾ തുടങ്ങി ആദ്യകാല റേഡിയോകൾ,
ഫിലിം ക്യാമറകൾ, വീഡിയോ ക്യാമറ, ടെലിഫോണുകൾ തുടങ്ങിയവയെല്ലാം പ്രദർശനത്തിലെ അപൂർവ കാഴ്ചകളാണ്. രാജകൊട്ടാരങ്ങളിൽ ഉപയോഗിച്ചിരുന്ന വിവിധ വസ്തുക്കളും ഓൾഡ് ഗോൾഡിലുണ്ട്. ആദ്യകാല നാണയങ്ങൾ, സ്റ്റാമ്പുകൾ, വിവിധ കറൻസികൾ എന്നിവയുടെ പ്രദർശനവും വിൽപ്പനയുമുണ്ട്. എഴുതാൻ ഉപയോഗിച്ചിരുന്ന മഷിപ്പേനയും മഷിക്കട്ടയും മഷിക്കുപ്പിയും മുതൽ പഴയകാല ഗോലി സോഡ കുപ്പികളുമുണ്ട്. ഗജരാജപട്ടം കിട്ടിയപ്പോൾ ഗുരുവായൂർ കേശവൻ ധരിച്ചിരുന്ന പട്ടും പ്രദർശനത്തിൽ കാണാം. പ്രദർശനം ഞായറാഴ്ച സമാപിക്കും. TCV ന്യൂസ്, തൃശൂർ. ഫിസിക്കലി ചാലഞ്ച്ഡ് ഓൾ സ്പോർട്സ് അസോസിയേഷൻ കേരളയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച 1ാമത് കേരള പാരാലിമ്പിക്സ് നീന്തൽ മത്സരം കുട്ടനെല്ലൂരിൽ നടന്നു. റെജൻസി ക്ലബ്ബ് പൂളിൽ നടന്ന നീന്തൽ മത്സരം ഫോർമർ പഞ്ചായത്ത് മെമ്പേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കരീം പന്നിത്തടം ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് AM കിഷോർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി. ശാരീരിക അവശതകൾ മറന്ന് ദേശീയ പാരാലിമ്പിക്സ് മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ഹരികൃഷ്ണൻ, അലൻ മാത്യു എന്നിവരടക്കമുള്ള താരങ്ങൾ നീന്തൽ മത്സരങ്ങളിൽ പങ്കെടുത്തു. ശാരീരിക അവശതകൾ നേരിടുന്നവർക്കായി ആദ്യമായാണ് കേരളത്തിൽ നീന്തൽ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതെന്ന് AM കിഷോർ പറഞ്ഞു. തൃശൂർ നഗരത്തിൽ ഓട്ടോറിക്ഷ നിയന്ത്രണമിട്ട് കാനയിലേക്ക് മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. നടത്തറ സ്വദേശി പുറത്തുകാരൻ ജോസിനാണ് പരിക്കേറ്റത്. ജോസിനെ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ റൗണ്ട് സൗത്തിലെ നടവരമ്പ് കൃഷ്ണ മെറ്റൽ സ്റ്റോഴ്സിൽ മോഷണം. വെള്ളിയാഴ്ച രാത്രിയിലാണ് മോഷണം നടന്നത്. ക്യാഷ് കൗണ്ടറിലെ മേശയിൽ സൂക്ഷിച്ചിരുന്ന 1000 രൂപ നഷ്ടപ്പെട്ടു. ശനിയാഴ്ച രാവിലെ കട തുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. 2 താഴുകളും മോഷ്ടാവ് തകർത്തു കൊണ്ടുപോയിട്ടുണ്ട്. വിലപിടിപ്പുള്ള നിരവധി വിളക്കുകളും മറ്റ് ഓട്ടുപാത്രങ്ങളും വിഗ്രഹങ്ങളും എല്ലാം ഉണ്ടെങ്കിലും പണം മാത്രമാണ് മോഷ്ടാവ് എടുത്തിട്ടുള്ളത്. തൃശൂർ ഈസ്റ്റ് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ദീപാവലിക്ക് നിയമാനുസൃതമായ പടക്ക വിൽപ്പന നടത്താൻ നിരോധനം ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് ഫയർ വർക്കേഴ്സ് ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് KP രാജീവ്, സെക്രട്ടറി KM ലെനിൻ എന്നിവർ പ്രസ്താവനയിൽ അറിയിച്ചു. കേന്ദ്ര എക്സ്പ്ലോസീവ് ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതിയുള്ള പടക്കങ്ങൾ മാത്രമാണ് സംസ്ഥാനത്ത് വിൽപ്പന നടത്തുന്നതെന്നും മറിച്ചുള്ള പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. തട്ടിയും മുട്ടിയും അടുക്കളയിലിരിക്കുന്ന ചട്ടിയും കലവും പൊടുന്നനെ മോഹൻലാലായി മാറിയത് വിസ്മയമായി. ചിത്രകാരനായ ഡാവിഞ്ചി സുരേഷാണ് വീട്ടുപാത്രങ്ങൾ കൊണ്ട് മോഹൻലാലിൻ്റെ ശില്പം രൂപപ്പെടുത്തിയത്. അലുമിനിയ കലങ്ങൾ, ചട്ടികൾ, കുടം, പ്ലേറ്റ്, സ്പൂൺ, ട്രേ എന്നിവ ഉപയോഗിച്ചാണ് സ്ഫടികം എന്ന സിനിമയിലെ ആട് തോമയുടെ മുഖം സുരേഷ് തയ്യാറാക്കിയിട്ടുള്ളത്. വീട്ടിലെ പാത്രങ്ങൾ ഉപയോഗിച്ച് 2 മണിക്കൂർ കൊണ്ട് സുരേഷ് മോഹൻലാലിനെ ചിത്രീകരിച്ചു. സുഹൃത്തുക്കൾ വഴി ഡാവിഞ്ചി സുരേഷിൻ്റെ സൃഷ്ടി കണ്ട മോഹൻലാൽ അഭിനന്ദനം അറിയിക്കുകയും ചെയ്തു. UDF ഈ മാസം 16-ന് പ്രഖ്യാപിച്ച ഹർത്താലിന് മാറ്റമുണ്ടാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഹർത്താലിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു നടപടിയും ഉണ്ടാകില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഹർത്താലെന്നും ചെന്നിത്തല വ്യക്തമാക്കി. അമ്പല്ലൂർ സിഗ്നൽ ജംഗ്ഷനിലെ ബസ് സ്റ്റോപ്പിൽ വീണ്ടും അപകടം. KSRTC ബസും 2 ലോറികളും അപകടത്തിൽപ്പെട്ടു. ദേശീയപാതയിൽ ചാലക്കുടി ബസ് സ്റ്റോപ്പിന് മുൻവശം ദേശീയപാതയിൽ നിർത്തി ആളെ ഇറക്കുകയും കയറ്റുകയും ചെയ്തിരുന്ന KSRTC ബസ്സാണ് അപകടത്തിനിടയാക്കിയത്. ശനിയാഴ്ച രാവിലെയായിരുന്നു അപകടം. KSRTC ബസ് ദേശീയപാതയിൽ നിർത്തി ആളുകളെ കയറ്റിയ ശേഷം വലതുവശത്തെ ട്രാക്കിലേക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ പുറകിൽ വരികയായിരുന്ന ഐഷർ ലോറി നിയന്ത്രണം വിട്ട് ബസ്സിലിടിക്കുകയായിരുന്നു. ഇതിനിടെ പുറകിൽ വരികയായിരുന്ന മറ്റൊരു ലോറി ബ്രേക്ക് ചെയ്തതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട് ഡിവൈഡറിലിടിച്ചു. ഐഷർ ലോറിയുടെ ഡ്രൈവർ കോയമ്പത്തൂർ സ്വദേശി മഹേഷ് വർണിന് കൈക്ക് പരിക്കേറ്റു. കഴിഞ്ഞ മാസം കണ്ടെയ്നർ ലോറി നിയന്ത്രണം വിട്ട് ദേശീയപാതയോരത്ത് ബസ് കാത്തുനിന്ന യാത്രക്കാരുടെ ഇടയിലേക്ക് പാഞ്ഞുകയറി വിദ്യാർത്ഥികളടക്കം 15 പേർക്ക് പരിക്കേറ്റിരുന്നു. ഇതേ തുടർന്നാണ് ദേശീയപാത അതോറിറ്റി ബസ് സ്റ്റോപ്പിന് മുന്നിൽ ഡിവൈഡറിൽ സംരക്ഷണ വേലി സ്ഥാപിച്ചത്. ഇപ്പോൾ സംരക്ഷണ വേലി അവസാനിക്കുന്നിടത്ത് സ്വകാര്യ ബസ്സുകളും ദീർഘദൂര KSRTC ബസ്സുകളും പ്രധാന പാതയിൽ നിർത്തി ആളുകളെ കയറ്റുന്നതും ഇറക്കുന്നതും, പ്രധാന റോഡിലൂടെ വരുന്ന ബസ്സുകൾ സ്റ്റോപ്പുകൾക്ക് മുമ്പ് സർവീസ് റോഡിലേക്ക് പ്രവേശിച്ച് ബസ് ബേയിൽ നിർത്തി ആളെ കയറ്റിയാൽ മറ്റു വാഹനങ്ങൾക്ക് തടസ്സം ഒഴിവാക്കാമെങ്കിലും ഇത് പാലിക്കുന്നില്ല. കർശന നടപടികൾ ഒഴിവാക്കാൻ അധികാരികളും തയ്യാറാകുന്നില്ല. ദേശീയപാതയിൽ നിർത്തുന്ന വാഹനങ്ങൾക്കെതിരെ നടപടിയെടുത്താൽ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുമെന്നാണ് യാത്രക്കാർ പറയുന്നത്. ദീർഘദൂര ബസ്സുകൾ സർവീസ് റോഡിൽ പ്രവേശിക്കാത്തതാണ് യാത്രക്കാർ ദേശീയപാതയോരത്തെ ഡിവൈഡറിൽ കയറി നിൽക്കാൻ കാരണം. ആമ്പല്ലൂർ സിഗ്നലിന്റെ ഇടതുവശത്തുള്ള സർവീസ് റോഡിലൂടെ ബസ്സുകൾ വന്ന് സ്റ്റാൻഡിൽ പ്രവേശിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. TCV ന്യൂസ്, പുതുക്കാട്. വാടനപ്പള്ളിയിൽ സ്വകാര്യ ബസ് കയറി യുവതിയുടെ കാലിന് പരിക്കേറ്റു. എങ്ങണ്ടിയൂർ സ്വദേശി ചാക്കുകാരൻ ഹരിദാസിന്റെ ഭാര്യ സീനയ്ക്കാണ് പരിക്കേറ്റത്. ശനിയാഴ്ച രാവിലെ വാടനപ്പള്ളി ഗുരുവായൂർ ബസ് സ്റ്റോപ്പിന് സമീപത്തായിരുന്നു അപകടം. തൃപ്പയാറിൽ നിന്ന് വാടനപ്പള്ളിയിലേക്ക് ബസ് ഇറങ്ങിയ യുവതി റോഡരികിലെ കല്ലിൽ തട്ടി വീഴുകയും ബസ് കാലിൽ കയറിയിറങ്ങുകയുമായിരുന്നു. പരിക്കേറ്റ യുവതിയെ വാടനപ്പള്ളി ആക്ട്സ് പ്രവർത്തകർ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
വയോധികയുടെ കമ്മൽ പിടിച്ചുപറിക്കാൻ ശ്രമിച്ച കേസിൽ ഹോം നഴ്സിനെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. കോതപ്പറമ്പ് ആല സ്വദേശി തൊട്ടുപുറത്ത് ഉഷയെയാണ് മതിലകം SI മനു ബി നായരും സംഘവും അറസ്റ്റ് ചെയ്തത്. പടിഞ്ഞാറെ വെമ്പല്ലൂർ വാഴൂർ ക്ഷേത്രത്തിന് സമീപം കാരേക്കാട്ട് ചന്ദ്രമതിയുടെ കമ്മലാണ് പിടിച്ചുപറിക്കാൻ ശ്രമിച്ചത്. ഇതിനിടെ ചന്ദ്രമതിയുടെ ചെവിക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ശബ്ദം കേട്ടെത്തിയ നാട്ടുകാരാണ് പോലീസിനെ വിവരം അറിയിച്ചത്. 1 മാസം മുൻപാണ് ചന്ദ്രമതിയുടെ വീട്ടിൽ ഉഷ ഹോം നഴ്സായി ജോലിക്കെത്തിയത്. ഉഷയെ കൊടുങ്ങല്ലൂർ കോടതിയിൽ ഹാജരാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയിൽ വലപ്പാട് ഉപജില്ലയ്ക്ക് കിരീടം. ചാലക്കുടി, ഇരിങ്ങാലക്കുട ഉപജില്ലകൾ യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങൾ നേടി. ഇന്ത്യൻ ഫുട്ബോൾ താരം രാഹുൽ കണ്ണോളിക്ക് ജന്മനാട്ടിൽ ഉജ്ജ്വല സ്വീകരണം. അണ്ടർ-17 ലോകകപ്പ് ഫുട്ബോളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനായതിൽ അതീവ സന്തോഷമുണ്ടെന്ന രാഹുൽ. പെരിങ്ങോട്ടുകരയിൽ പുതിയ പോലീസ് സ്റ്റേഷൻ എന്ന സ്വപ്നം ചുവപ്പ് നാടയിൽ തന്നെ. താൽക്കാലികമായി നിർമ്മിച്ച പോലീസ് ഔട്ട് പോസ്റ്റും നോക്കുകുത്തിയായി. തൃശൂർ കുന്നംകുളം പറപ്പൂർ റൂട്ടിൽ സ്വകാര്യ ബസ് ഉടമകൾ സമരത്തിലേക്ക്. റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക്. ഗുരുവായൂർ ആനത്താവളത്തിൽ ക്യാമറ നിരോധിച്ചിട്ട് 2 വർഷം തികയുന്നു. ആനത്താവളത്തിനകത്തെ പീഡന കഥകൾ പുറത്തു വരാതിരിക്കാനാണ് ക്യാമറ നിരോധനമെന്ന ആക്ഷേപം ശക്തം. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കല്യാൺ സിൽക്സ്, ജോയ ലൂക്കാസ്.